നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കൈപ്പയ്ക്ക ഉപ്പേരിയുടെ റെസിപ്പിയാണ്. കൈപ്പയ്ക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കയ്പ്പുള്ളത് കൊണ്ട് ഒത്തിരി പേര് അതിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും കൈപ്പയ്ക്ക ഉപ്പേരിയുടെ രുചി കൂടി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈപ്പയ്ക്ക കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോന് കൈപ്പയ്ക്ക നീളനായിട്ട് മെലിഞ്ഞിട്ട് കട്ടിത്തിരി ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കൈപ്പയ്ക്കേനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്തിട്ട് അരമണിക്കൂറാകുമ്പോൾ ഇതിൽ ഉള്ള ഈ ഉപ്പുവെള്ളത്തിനെ നമുക്ക് കൈപ്പയ്ക്കയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ വെള്ളത്തിന് എടുത്ത് മാറ്റുമ്പോൾ കൈപ്പയ്ക്കയുടെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. തീരെ വെള്ളമില്ല. അപ്പോൾ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു പാനിനെ മീഡിയമായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ അധികം വേണ്ടെന്ന് വെച്ചാൽ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിനെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളകിനെയും കൂടിയും എണ്ണയിലൊന്ന് വാട്ടാം. വെളുത്തുള്ളിയും പച്ചമുളകും വാട്ടിയിട്ട് ഇതിലേക്ക് 2 മീഡിയം ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളീനെ ചോപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു പിടി കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഉള്ളീനെ ഒന്ന് ലൈറ്റായിട്ട് വാടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉള്ളി വാടി എന്ന് നമുക്ക് തോന്നുമ്പോൾ ഈ ഉപ്പുവെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് കൈപ്പയ്ക്കേനെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു പകുതി വേവ് ആവുന്നത് വരെ ഒന്ന് എണ്ണയിൽ വാട്ടാം. അപ്പോൾ പകുതി വേവ് ആയി എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മീഡിയമായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളീനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇല്ലയെന്ന് വെച്ചാൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി. അല്ലെങ്കിൽ ഉണങ്ങിയ മാങ്ങയുടെ പൊടി ഉണ്ടാവും, അതിനെയും കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം 1 ടീസ്പൂണ്. അപ്പോൾ ഇവിടെ തക്കാളി ഉള്ളത് കൊണ്ട് ഞാൻ 2 മീഡിയം സൈസ് തക്കാളീനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ലൈറ്റായിട്ട് പ്രത്യേകം നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. എന്നാൽ ഉപ്പുവെള്ളത്തിൽ നമ്മൾ കൈപ്പയ്ക്കേനെ കഴുകിയെടുത്തല്ലേ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഉപ്പിട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആവിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 5 അല്ലെങ്കിൽ 7 മിനിറ്റ് ആയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മധുരം അധികം വേണ്ടെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ തിരിച്ചും അടച്ച് വെച്ച് ഒരു 5 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഒരു 7 മിനിറ്റ് ഏകദേശം ആയി എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് തുറന്ന് നോക്കാം. അപ്പോൾ കൈപ്പയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈപ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കൈപ്പയ്ക്ക ഉപ്പേരി കൈപ്പയ്ക്കേനെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കളയുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മാങ്ങാപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചാലും വീണ്ടും കൈപ്പയ്ക്കയുടെ കയ്പ്പ് നമുക്കത്ര അറിയില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും കൈപ്പയ്ക്ക ഉപ്പേരി കഴിക്കാൻ.
പിന്നെ എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെയും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.